വലുതാണെന്ന് ഒരു ബോധവും ഇല്ല. എന്തമ്മേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മരുമോനായി പോയി, അതാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. നിന്നെ എന്ത് ഇത്രയും പഠിപ്പിച്ചത്? അവരോട്ട് കാലത്ത് തൊഴിൽ പണിയെടുക്കാനാ? വേറെ എന്ത് ചെയ്യാനാണമ്മേ? അവിടുത്തെ അമ്മനെ കൊണ്ട് എല്ലാം കൂടി ആവില്ല. പിന്നെ കുറെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പാല് കിട്ടണ്ടേ? വെറുതെ കിട്ടുമോ അതൊക്കെ? ഇതിന് ഒരു വെളിവില്ലാണ്ടായല്ലോ. ഈ നാട്ടുകാർ മുഴുവനും പാല് വാങ്ങി ചായ വെക്കുന്ന സ്വന്തം വീട്ടിൽ പശുവിനെ വളർത്തിയിട്ടാണ്. അതിനാണ് നിന്നെ ഇത്രയും പഠിപ്പിച്ചത്. നിന്റെ ഫ്യൂച്ചർ പ്ലാൻ ഏതാണെന്ന് അറിഞ്ഞതാണെങ്കിൽ നിന്നെ പഠിപ്പിക്കലായിരുന്നു. പൈസ മുടക്കിയിട്ട് കുറച്ച് പശു വാങ്ങി തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഉപകാരം കിട്ടുമല്ലോ. ഇത് ഒന്നും ഇല്ലാണ്ടായല്ലോ. അങ്ങനത്തെ മന്ദ ബുദ്ധിയാണോ? ഏട്ടൻ കേൾക്കുന്നു, പതുക്കെ കേൾക്കുന്നു. അതിന് മനസ്സിലാക്കുന്ന കഴിവ് അവനും അവന്റെ അമ്മയ്ക്കും ഉണ്ടാ. നീ അതിലേറെ മന്ദ ബുദ്ധി. നീ ഞങ്ങൾ പറഞ്ഞ വഴി എന്താ പറയാ അവര്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കിക്കോ, അല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ പോകും. ജോലിക്ക് എവിടെ പോകാനാ? ഞാൻ പറഞ്ഞല്ലേ BEd കൂടി കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന്. തിരക്കിട്ട് കേട്ടിട്ട് എന്റെ കുഴപ്പം. അതിന് BEd അവര് പഠിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? ചെയ്യണ്ടേ? കല്യാണത്തിന് അങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലാണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എടി, നീ MSc കഴിഞ്ഞതല്ലേ? വേറെ എന്തെല്ലാം ജോലികളുണ്ട്, നിനക്ക് അതിനെ വയ്ക്കൂടെ? അമ്മ, എനിക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വിടും തോന്നുന്നില്ല. ഒരു സപ്പോർട്ടിലാണ്. ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യാ? എടി, ഇത്ര ഒരു വിവരമില്ലാണ്ടായി ഞാൻ വെറുതെ ആണ്. നിന്റെ കൂടെ പഠിച്ച രമ്യയില്ലേ, UK സെറ്റിൽഡ് ആയിരിക്കുന്നു. ഇന്നാള് വന്നിട്ട് നീ ഇവിടെ വന്നിട്ടാ ചോദിക്കാൻ വേണ്ടിട്ട്. ജീൻസ് ഒക്കെ ഇട്ട് കാറ് ഓട്ടിച്ചിട്ട്, അതാണ് ജോലിയുള്ളത്. ഇതോ 5-6 പ്രാവശ്യമായില്ലേ ഇട്ട ഡ്രസ്സിന് ഇട്ടിട്ട് വരുന്നത്. ജോലിയുള്ളതാണെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെങ്കിലും വാങ്ങിച്ചൂടെ? അല്ലെങ്കിൽ ഭർത്താവിന് പൊന്നുപോലെ നോക്കാനുള്ള കഴിവ് വേണം. അത് അതിലൊരു കിഴങ്ങ്. എന്താണ് രണ്ടുപേരും കൂടെ കിഴങ്ങിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? എനിക്കത് കഴിക്കാൻ പറ്റില്ലോ. ഗ്യാസിന്റെ ചില പ്രശ്നമുണ്ട്. അറിയാം മോനെ, ഇവളിപ്പോ കാര്യം പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവൾക്ക് എപ്പോ വന്നാൽ ഇതേ പറയാനുള്ളൂ. അടുക്കള കാര്യം, അടിച്ചെടുക്കണ കാര്യം. അല്ല മോള്? അതിപ്പോ ഏത് വീട്ടിലമ്മേ പണിയൊന്നും ഇല്ലാത്തത്? എല്ലാ വീട്ടിലും ഇങ്ങനൊക്കെ തന്നെയല്ലേ? എല്ലാവർക്കും ഇല്ല മോനെ. ഇവളോടൊപ്പം പഠിച്ച ഒരുപാട് പെമ്പിളർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു. ഒരുത്തി ഓസ്ട്രേലിയയില്, മറ്റേ രേഷ്മി എവിടെ പൂനെയില്, മറ്റേ ബിന്ദുജ എവിടെ അമേരിക്കയില്. അവിടെയും വീട്, നാട്ടിലും എത്ര വലിയ കാറുകൾ സ്വന്തമായി വാങ്ങിച്ചിരിക്കുന്നത്. ഇവള് മാത്രം ഇങ്ങനെയുള്ളൂ. പിന്നെ അവരുടെ ഭർത്താക്കന്മാരും ചില്ലറക്കാരല്ല കേട്ടോ. 6, 7, 8 ലക്ഷം ശമ്പളമുള്ള ആൾക്കാരാ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇത്രയും ശമ്പളം ഉണ്ട്, നീ പോകണ്ടവർ പെമ്പിള്ളേരെ അടിമയാക്കി നിർത്തിയിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണേ പോലും അവർ സ്വന്തമായിട്ട് എടുത്തു കുടിക്കും. അല്ലാണ്ട് നീ അതെടുത്തിട്ട് വാ, നീ ഇതെടുത്തിട്ട് വാന്ന് അവരോട് പറയില്ല. അമ്മേ, ഞാനിവളെ എങ്ങനെ നോക്കുന്നറിയോ? പൊന്നു പോലെയാ. പൊന്ന് വെറുതെ പെട്ടിയിൽ അടച്ചും കണ്ട് വെച്ചാൽ ഒരു വില ഉണ്ടാവില്ല മോനെ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? പൊന്നിന്റെ അടുത്ത് കുറെ ഇരുമ്പ് കഷ്ണവും അലുമിനിയം പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പൊന്ന് ആര് കാണാനാ? അല്ലേ? മോൻ പോയിരുന്നോ? അമ്മ ചായ എടുക്കാം. നീ പോടി, ഇതവരോട് കൊടുക്ക്.